നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ നെക്സ്റ്റ് ഒരു ടൂളാണ്. ഓക്കെ, നമുക്ക് ലൈക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് വേണം ഞാൻ പറയും. നാപ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ അവൈലബിൾ ആണ്. നിങ്ങളത് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നാപ്കിൻ ദ വിഷ്വൽ ഫോർ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റിനെ ഒരു വിഷ്വൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് നാപ്കിനാണെന്ന്. ഓക്കെ, സോ നമുക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രം ദ സ്ക്രാച്ച് ആണ്. ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ അതിനെ ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഗെറ്റ് നാപ്കിൻ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് സൈൻ ഇൻ ലൈക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രം ദ സ്ക്രാച്ച് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. ഇത് എവിടെയൊക്കെയാണ് യൂസ് കേസസ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു PPT പ്രസൻറ്റേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. നമ്മുടെ PPT പ്രസൻറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക്കേഷനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ലെവൽ സാധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജെൻസ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, സോ ഫോർ പേഴ്സണൽ യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രിഫർ നോട്ട് ടു സേ കൊടുക്കുന്നു. ദെൻ ഇതൊന്നും ജസ്റ്റ് നമ്മളുടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് വിഷ്വൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് എനി ടെക്സ്റ്റ് ഇൻ ടു വിഷ്വൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻ ബിൽഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ഗാമ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ജെൻസ്പാർക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ വിഷ്വൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് ബൈ പേസ്റ്റിംഗ് മൈ ടെക്സ്റ്റ്. ഓക്കെ, 2 പറയുന്നത് ബൈ ഡിസ്ക്രൈബിങ് മൈ ഐഡിയ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കണ്ടന്റ് ഉണ്ട്, നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ടിനെ നമുക്ക് ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. 2 പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റും. 3 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ഫയൽസിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയുള്ള വിഷ്വൽ ഡേറ്റയാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ വിഷ്വൽസ് ആണ് ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ പേസ്റ്റിംഗ് ടെക്സ്റ്റ് കൊടുക്കുന്നില്ല, ബൈ ഡിസ്ക്രൈബിങ് മൈ ഐഡിയ. ഞാനൊരു ഐഡിയ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഐഡിയ ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് തരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ഒരു നോർമൽ ഒരു സംഭവം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് പില്ലേഴ്സ് ഫോർ പ്ലാൻ കെയർ കമ്പനി, അല്ലെങ്കിൽ പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ടീച്ചിങ് ടൈം ലൈൻ ഫോർ ദ റൈസ് ഓഫ് 18th century, ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഹയറിംഗ് ഇൻ്റർവ്യൂസ്. അങ്ങനെ കുറച്ച് ടെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളിന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സ്ട്രാറ്റജി. മനസ്സിലായല്ലോ? ഞാൻ ആ ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൊടുത്തു. ക്ലയൻറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ നോർമലായിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡ് യുവർ ക്ലയൻറ്റ്, അനലൈസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് അത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു വിഷ്വലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് ഇത്രയും സ്ലൈഡ്സ്, ഓൾമോസ്റ്റ് ഒരു 9 സ്ലൈഡ്സ് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് ഞാൻ ജനറേറ്റ് വിഷ്വൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടല്ലോ, ഇപ്പം ഞാനിപ്പോൾ കൊടുത്ത ഒരു പർട്ടിക്കുലർ കണ്ടന്റിനെ ഒരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റി തരിക എന്നുള്ളൊരു പർപ്പസാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സ്ട്രാറ്റജി ഫണൽ ഉണ്ടല്ലോ, ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്, ബ്രെയിൻ സ്റ്റോം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡോക്യുമെന്റ്, ഒബ്ജക്റ്റീവ്സ്, സ്മാർട്ട് എൻഷുർ, സ്മാർട്ട് ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, ഫോണ്ട് മാറ്റാം, നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാം. എവരിത്തിങ് ഈസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതിനെ മാറ്റണം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം.
മനസ്സിലായോ? സ്റ്റെപ്പ് 2 അണ്ടർസ്റ്റാൻഡ് യുവർ ക്ലയൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളതിൻ്റെ ഒരു വിഷ്വൽ ഫോമാറ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. മനസ്സിലായല്ലോ? ഡിഫറെൻറ്റ് ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും അണ്ടർസ്റ്റാൻഡ് യുവർ ക്ലയൻറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ്. നിങ്ങൾക്ക് അത് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രസന്റേഷൻ്റെ അകത്തേക്ക് നിങ്ങൾക്കൊരു വിഷ്വൽ ഫോർമാറ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ കാരണം ഒരു വിഷ്വൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. കാരണം ഇവിടെ ഫോർ എക്സാമ്പിൾ അനലൈസ് ദ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇത് ഞാൻ കണ്ടക്ട് എ SWOT അനാലിസിസ്, ദെൻ എന്താണ് ഐഡന്റിഫൈ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ക്ലയന്റ് എൻഗേജ്മെന്റ്, മോണിറ്റർ മാർക്കറ്റ് ട്രെൻഡ്സ്, ഇതൊക്കെ ഞാനിവിടെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഞാനിവിടെ അതിനെ ഒരു വിഷ്വലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലേ? ഇവാലുവേറ്റ് ദ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? SWOT അനാലിസിസ് ആണ്. ഓക്കെ, എന്താണ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ഫോർ യു ബിസിനസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. ഡിസ്കവർ എഫക്റ്റീവ് ക്ലയന്റ് എൻഗേജ്മെന്റ് ആൻഡ് സർവീസ് ഡെലിവറി സ്ട്രാറ്റജീസ് ഫ്രം ഇൻഡസ്ട്രി ലീഡേഴ്സ്. ദെൻ ട്രാക്ക് ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് ട്രെൻഡ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ക്ലയന്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രിഫറൻസസ്. സോ ഇത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയി. ഈ ഒരു സംഭവം തന്നെയാണ്, ബട്ട് അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ആ ഒരു നോളജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ ബെറ്ററായി എന്ന് പറയാം. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വലിയ പ്രോബ്ലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് പോർഷനാണോ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും, ജനറേറ്റ് വിഷ്വൽസ്. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ ഫോർമാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായല്ലോ? ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലയൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. നിങ്ങൾക്ക് അതിനെ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സ്ട്രാറ്റജി ഫണൽ, ക്ലയൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് പ്രോസസ്, കുറച്ചുകൂടെ ഇത് എക്സ്പ്ലെയിൻ ഒരു ബ്ലോക്ക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. എവറിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളറിൽ ആഡ് ചെയ്യാം, ഒരു ഇഷ്യൂസും ഇല്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് വിഷ്വൽസ്, ഇതിൻ്റെ അകത്ത് ഏത് ഫോർമാറ്റാണോ നിങ്ങൾക്ക് വേണ്ടത്, PNG ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു PNG ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ PNG ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? സോ നാപ്കിൻ എന്ന് പറയുന്ന ഒരു ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ? ടെക്സ്റ്റിനെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നാപ്കിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ നാപ്കിൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷ്വൽസ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷ്വൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഇമ്പോർട്ട് ഫയൽ ചെയ്യാം, അതുപോലെ തന്നെ ബൈ പേസ്റ്റിംഗ് കണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബൈ ഡിസ്ക്രൈബിങ് മൈ ഐഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്തത് ബൈ ഡിസ്ക്രൈബിങ് മൈ ഐഡിയ ആണ്. രണ്ടിലും നിങ്ങൾക്ക് ഇതേ സെയിം പ്രോസസ് തന്നെയാണ്. ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു, അല്ല ഒരു ടോപ്പിക്ക് കൊടുത്തു, അതിനൊരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു, വിഷ്വൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി. ഇത് തന്നെ ആയിരിക്കും ബൈ പേസ്റ്റിംഗ് മൈ ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കണ്ടന്റിനെ കോപ്പി പേസ്റ്റ് ചെയ്യുക, സെയിം പ്രോസസ്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ബൈ ഇമ്പോർട്ടിങ് എ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ ഫയലിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അതിനൊരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറ്റി തരും എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും വിഷ്വൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.